നമസ്കാരം. ഇത് ലൈവ് ഫ്രോം സിനിമാസ് അല്ല. 10:20-നായിരുന്നു PVR ഫോറം ഹാളില് 'സയ്യാറ' എന്നുള്ള ഈ സിനിമയുടെ ഷോ. അപ്പോൾ നമുക്കറിയാലോ ഈ PVR സിനിമാസില് ഷോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ടാവും. പിന്നെ ഇന്റർവെല്ലിന് ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തും വെളുപ്പിന് 2:30 സമയമാവുന്നു. ഈ സിനിമ കണ്ട ഉടൻ തന്നെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഷൂട്ട് ചെയ്തിടാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറയാണ്, ഞാൻ മോഹിത് സൂരിയുടെ ഒരു കടുത്ത ആരാധകനാണ്. ഈ മോഹിത് സൂരി എന്ന് പറയുന്ന ഡയറക്ടർ, അദ്ദേഹത്തിന്റെ പടങ്ങൾ റിലീസാവുന്ന സമയമെല്ലാം എൻ്റെ +2 അല്ലെങ്കിൽ എൻ്റെ കോളേജ് കാലഘട്ടങ്ങളിലൊക്കെ ആയിരുന്നു പുള്ളിയുടെ ഒരു പീക്ക് ടൈം എന്ന് പറയുന്നത്. പീക്ക് ടൈം എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇനിയും പുള്ളിക്ക് പീക്ക് ടൈം ഉണ്ട്. അതാണ് ഈ 'സയ്യാറ' എന്നുള്ള സിനിമ. അതിനുള്ളൊരു തെളിവാണ്. അപ്പോൾ ഈ പുള്ളിയുടെ പാട്ടുകൾ, അപാര മ്യൂസിക് സെൻസ് ഉള്ള ഒരു ഡയറക്ടറാണ് ഈ മോഹിത് സൂരി എന്ന് പറയുന്ന ആൾ. പുള്ളിയുടെ സിനിമകളിൽ വരുന്ന പാട്ടുകൾ, പിന്നെ ഇമ്രാൻ ഹഷ്മി, അവർ കസിൻസ് ആണ്, അറിയാലോ. അപ്പോൾ ഇമ്രാൻ ഹഷ്മി കോംബോയിൽ വന്നിരുന്ന കുറച്ച് പടങ്ങളൊക്കെ ഉണ്ട്. അതിൽ 'ആവാറാപ്പൻ' എൻ്റെ ഫേവറേറ്റ് പടമാണ്. എന്നോടൊരു ടോപ്പ് 3 ഹിന്ദി പടങ്ങൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം 'ആവാറാപ്പൻ' പറയും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു പടമാണ് 'ആവാറാപ്പൻ'. മെയിൻലി ബിക്കോസ് ഓഫ് ദ മ്യൂസിക്. ഈ മ്യൂസിക് സെൻസ് എന്ന് പറയുന്നത് മോഹിത് സൂരിക്ക് അപാരമാണ്. പുള്ളിയുടെ പടങ്ങൾ, പിന്നെ വല്ലാത്തൊരു ഒരു പറയാൻ വാക്കുകളൊന്നുമില്ല പുള്ളിയുടെ പടത്തിലെ പാട്ടുകൾ. എല്ലാ മൂഡിന് പറ്റിയ പാട്ടുകളും പുള്ളിയുടെ സിനിമകളിലുണ്ടാവും. ഈ 'സയ്യാറ' എന്നുള്ള സിനിമ അത്യാവശ്യം ഈ ബോളിവുഡ് പടങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. ഈ സിനിമയ്ക്ക് ഫേസ് വാല്യൂ എന്ന് പറയുന്നത്, അതായത് ഇതിനകത്തുള്ള 2 പേരും പുതുമുഖങ്ങളാണ്, നായകനും നായികയും. പിന്നെ വലിയ സ്റ്റാർ കാസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളും ഒന്നുമില്ല ഈ പടത്തിന്. മോഹിത് സൂരി എന്ന് പറയുന്ന ഒരു ഡയറക്ടർ, ആ ഒരു ഡയറക്ടറിന്റെ പടമാണെന്നേ ഉള്ളൂ. പക്ഷേ ഈ മോഹിത് സൂരി എന്ന് പറയുന്ന ഡയറക്ടറിന്റെ കഴിഞ്ഞ സിനിമ, അത് അർജുൻ കപൂറും ജോൺ അബ്രഹാമും ഒക്കെ ഉണ്ടായിരുന്ന 'ഏക് വില്ലൻ റിട്ടേൺസ്' എന്ന് പറയുന്ന 'ഏക് വില്ലൻ' എന്ന പടത്തിന്റെ ഒരു സ്പിരിച്വൽ സീക്വൽ പോലെ വന്നിട്ട് അതൊരു വളരെ മോശം പടമാണ് മോഹിത് സൂരി എന്ന ഡയറക്ടറിന്റെ. അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു 3 പടങ്ങളാണ് മോശം എന്ന് പറയാൻ പറ്റുള്ളൂ. അതിൽ ഏറ്റവും മോശം പടമായിരുന്നു 'ഏക് വില്ലൻ റിട്ടേൺസ്'. പിന്നെ ഉള്ളതൊന്ന് 'ഹാഫ് ഗേൾ ഫ്രണ്ട്' ആണ്. പിന്നെ ഉള്ളത് 'ക്രൂക്ക്'. ഇത് മൂന്നും എന്നെ സംബന്ധിച്ചിട്ടാണ്. ചിലപ്പോൾ ഇത് മൂന്നും ഇഷ്ടമുള്ള ആളുകളും ഉണ്ടാവാം, കാരണം ഇതിലെ പാട്ടുകളൊക്കെ നല്ലതാണ്. അപ്പോൾ പാട്ടുകളോടുള്ളൊരു കണക്ട് എന്ന് പറയുന്നത്. പക്ഷെ പാട്ടും അതേപോലെ തന്നെ പെർഫോമൻസും പിന്നെ ഈ സിനിമയിലെ ഡ്രാമയും ഇതെല്ലാം ഒരേപോലെ വർക്കായി. ഈ ഒരു സിനിമ, നമ്മളൊരു സിനിമ കാണുമ്പോൾ, നമ്മൾ തിയേറ്ററിൽ പടം കാണുമ്പോൾ ഈ മ്യൂസിക്, പിന്നെ അതിന്റെ ഇമോഷണൽ ഡ്രാമ എല്ലാം വർക്കായി, കൂടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പിന്നെ ഒരു പെർഫോമൻസും എല്ലാം ഓക്കെ ആയി. നമ്മൾ ഈ ക്യാരക്ടേഴ്സിന്റെ കൂടെ സഞ്ചരിച്ച് അവരുടെ വികാരങ്ങൾ നമ്മുടെ ആയി മാറി പെട്ടെന്ന് നമുക്കിങ്ങനെ കരച്ചിൽ വരുന്ന ഒരു അനുഭവം. അപ്പോൾ കണ്ണ് നനയുക എന്ന് പറയുന്നത്, അതും സിനിമ കണ്ടു കഴിഞ്ഞ്, അത് ഒന്നും രണ്ടും അല്ല, ഒരു 5-6 പ്രാവശ്യമൊക്കെ കണ്ണ് നിറയുക എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഈ സിനിമ ഒരു വിജയം ആയിട്ടാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഞാൻ തിയേറ്ററിൽ കണ്ട് ഇതിന്റെ സോൾഫുൾ മ്യൂസിക് എന്ന് പറയും, വളരെ എനിക്ക് കറക്റ്റ് വേർഡ് കിട്ടുന്നില്ല അത് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യണം ഈ സിനിമയിലെ പാട്ടുകളെന്ന്. അപ്പോൾ അതുപോലെ ഈ പാട്ടുകൾ നൽകുന്ന ഇമോഷൻ, ഇതൊക്കെ കാരണം എനിക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞ ഒരു സിനിമയാണ് 'സയ്യാറ'. ഈ വർഷം ഞാൻ കണ്ട സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്നുകൂടിയാണ് ഈ 'സയ്യാറ' എന്ന് പറയുന്നത്. ഈ സിനിമയുടെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇതിലെ ലീഡ് ക്യാരക്ടേഴ്സ് തമ്മിൽ പ്രണയത്തിലാവുന്നു. ഇതാണല്ലോ ഒരു റൊമാൻറ്റിക് മ്യൂസിക്കൽ ലവ് സ്റ്റോറി എന്ന് പറയുമ്പോൾ 2 ക്യാരക്ടേഴ്സ് ഉണ്ടാവും, അവരെങ്ങനെ പ്രണയത്തിലാകുന്നു എന്നുള്ളതാണ്. ഈ പ്രണയത്തിലാകുന്ന കാര്യം എന്ന് പറയുന്നത്, അതായത് ഒരാൾ ഇമോഷണലി വളരെ ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം, അതായത് ബ്രോക്കൺ എന്ന് തന്നെ പറയാം. ലൈഫിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത് എങ്ങനെയെന്ന് അറിയാതെ വളരെ ബ്രോക്കൺ ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അയാളെ മനസ്സിലാക്കി, അയാളുടെ ഇമോഷൻ മനസ്സിലാക്കി, അയാൾക്ക് മാനസികമായിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ക്യാരക്ടർ അയാളുടെ ലൈഫിലേക്ക് വരുമ്പോൾ, അതുപോലെ തന്നെയാണ് മറ്റേ ആൾക്കും. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു അടുപ്പമില്ലേ, ഈ അടുപ്പമാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ കാണിച്ചിരിക്കുന്നത്. അതായത് 2025 സമയമാണത്. ഈ സമയത്ത് ഒരു ലവ് സ്റ്റോറി പൈങ്കിളി, അല്ലെങ്കിൽ വളരെ ചീസി, അല്ലെങ്കിൽ ക്രിഞ്ച് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള പല പടങ്ങളും വരുന്നുണ്ട്. അതൊന്നും ഇല്ലാതെ വളരെ നാച്ചുറലായിട്ട് ഹ്യൂമൻ ഇമോഷൻസിലൂടെ ഒരു ലവ് സ്റ്റോറി മേക്ക് ചെയ്തിട്ട് അത് സക്സസ്ഫുൾ ആക്കുക എന്ന് പറയുന്നത് മോഹിത് സൂരിക്ക് ഇപ്പോഴും പറ്റുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ ഈ പരസ്പരം മനസ്സിലാക്കി അത് ഹീല് ചെയ്യാൻ പറ്റുന്ന കഴിവുള്ള 2 പേര്, ആ 2 പേര് തമ്മിലുള്ള പ്രണയം, അവരുടെ ആദ്യത്തെ ചുംബനം, ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് സ്ക്രീനിലാക്കാൻ മോഹിത് സൂരിക്ക് അല്ലാതെ, അതൊരു മ്യൂസിക്കിന്റെ ബാക്ക്ഗ്രൗണ്ടോട് കൂടിയാണെങ്കിൽ പോലും വേറെ ആർക്കും പറ്റില്ല എന്നൊരു തോന്നൽ ഈ സിനിമയുടെ ആദ്യത്തെ ഒരു 50 മിനിറ്റുകളിൽ, അതൊരു മ്യൂസിക്കൽ ആയിട്ടാണ് വരുന്നത്. ആ ആ സീനുകളുടെ ഫ്ലോ ഗംഭീരമാണ്, ആ സമയത്തുള്ള പെർഫോമൻസ് ഗംഭീരമാണ്, ആ സമയത്തുള്ള ഇമോഷണൽ കണക്ഷൻ അത് വെൽ കണക്റ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ്. ഇവരുടെ ഈ ലീഡ് ക്യാരക്ടേഴ്സിന്റെ എല്ലാ ഇമോഷനും മ്യൂസിക് എന്നുള്ള സംഗതിയിലൂടെ സ്ക്രീനിൽ എത്തുന്ന ഒരു മാജിക്, ആ മാജിക്കാണ് സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ മൊത്തത്തിൽ അങ്ങ് കാണുന്നത്. പിന്നെ മ്യൂസിക്, പിന്നെ ഇമോഷണൽ കണക്ഷൻ, ഇതെല്ലാം പെർഫെക്റ്റ് ബ്ലെൻഡിൽ വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ പെർഫോമൻസിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ലീഡ് ക്യാരക്ടേഴ്സ് 2 പേരുടെയും ആദ്യത്തെ സിനിമയാണ്. അതിൽ അഹാൻ പാണ്ഡെ. അഹാൻ പാണ്ഡെയുടെ ഒരേ ഒരു ചെറിയ കുറവ് എന്ന് എനിക്ക് പറയാനുള്ളത്, പുള്ളി ഒരു
വളരെ ഇമോഷണൽ ആവുന്ന സമയത്ത് പുള്ളിയുടെ ഡയലോഗ് മോഡുലേഷൻ ഉണ്ട്. അതൊന്ന് ചെറുതായിട്ട് ശ്രദ്ധിക്കാനുണ്ടെന്നുള്ളൊരു വളരെ ചെറിയൊരു കുറവ് മാത്രമേ പറയാനുള്ളൂ. ബാക്കിയൊക്കെ പക്കയാണ്. പുള്ളിയുടെ ഒരു സ്വാഗ്, ആറ്റിറ്റ്യൂഡ്, മാനറിസം ഇതെല്ലാം ഗംഭീരമായിട്ട് വരുന്നുണ്ട്. ഇമോഷണൽ സീനുകൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. എല്ലാം കൊണ്ട് പിന്നെ ഒരു ഒരു അറിയാലോ ഒരു സിംഗറായിട്ടാണ് പുള്ളി പെർഫോം ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ പല ജോർഡൻ അതായത് രൺബീർ കപൂറിൻ്റെതും പിന്നെ ആഷിഖി ടൂലെ ആദിത്യ റോയ് കപൂറിൻ്റെ ഇങ്ങനത്തെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഇവരെ പോലുള്ള വലിയ ആക്ടേഴ്സ് പുൾ ഓഫ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊന്നും അവരുടെ ആദ്യത്തെ പടമൊന്നും വരുന്നില്ല. പക്ഷെ ആദ്യത്തെ പടത്തിൽ ഇതുപോലൊരു നല്ല വെയിറ്റേജ് ഉള്ള ഒരു റോള് പുള്ളി ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി ഒരു എന്താ പറയാ ഇനി ഉണ്ടാവും ഈ ഇൻഡസ്ട്രിയിൽ, ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ ഉറപ്പായിട്ടും ഇനി ഉണ്ടാവും. ഇനി നായികയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അനീത് പഡ. ഈ പുള്ളിക്കാരി വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ്. ഇതിന്റെ ഒരു ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു സിംഗിൾ ഷോട്ട് ഒരു സീൻ വരുന്നുണ്ട്. അതായത് എങ്ങനെയാണ് മ്യൂസിക് എന്ന് പറയുന്നത് പുള്ളിക്കാരി പറയുന്നതൊക്കെ അതൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ ഗംഭീരമായിട്ടാണ്. മാർക്ക് മൈ വേർഡ്സ്, അനീത് പട്ട എന്ന് പറയുന്ന ഈ നായിക ഉറപ്പായിട്ടും ഇനിയും നല്ല വേഷങ്ങളിലൂടെ ബോളിവുഡിൽ ഉണ്ടാവും. കാരണം ഇതൊരു വളരെ ടാലന്റഡ് ആയിട്ടുള്ള രണ്ട് പേരെയാണ് മോഹിത് സൂരി ഈ സിനിമയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇവർ ഈ ഇൻഡസ്ട്രിയിൽ ഉറപ്പായിട്ടും ഉണ്ടാവും, നിലനിൽക്കും. കാരണം ഈ സിനിമയിൽ പറയുന്ന പോലെ ഇവർ ടാലന്റ് ഉള്ളവരാണ്. വേറെ ആര് വന്നാലും ഈ ടാലന്റിനെ അടിച്ചമർത്താൻ പറ്റില്ല. പിന്നെ ഈ സിനിമയിലെ പാട്ടുകളിലൂടെയാണ് കഥ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഒരു ഒന്നൊന്നര കിടു ആൽബമാണ് ഇതിലെ ഈ സയ്യാറ എന്നുള്ള സിനിമയിൽ. ഈ സിനിമയിൽ ഒന്ന് രണ്ട് പാട്ടുകൾ എനിക്ക് അത്ര വർക്കായ രീതിയിലൊക്കെ എനിക്ക് തോന്നി. പക്ഷേ സിനിമയിൽ ഈ പാട്ടുകൾ കേട്ടപ്പോൾ അത് ഗംഭീരമായിട്ടും പിന്നീട് തിരിച്ചു വരുന്ന വഴിക്ക് ഈ പാട്ട് കേട്ടുകൊണ്ടായിരുന്നു വീട് വരെ എത്തിയത്. ആഹ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ ആൽബം എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. ഒന്നും രണ്ടും മ്യൂസിക് ഡയറക്ടേഴ്സ് അല്ല, ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. ഇവരുടെ എല്ലാ പാട്ടും അടിപൊളിയാണ്. പക്ഷെ ഫഹീം അബ്ദുള്ള എന്നുള്ളൊരു പേര്, ആ പേര് നമ്മൾ ഇനിയും ഒരുപാട് കേൾക്കും. കാരണം പുള്ളിയുടെ ആ സയ്യാറ എന്ന് പറയുന്ന ആ പാട്ട് ടൈറ്റിൽ ട്രാക്ക് വരുന്നത് ക്ലൈമാക്സിന് തൊട്ട് മുമ്പായിട്ടാണ്. ആ സമയത്തുള്ള പുള്ളിയുടെ ആ ഒരു വോയിസ്, ആ സമയത്തുള്ള വോയിസ്, ആ ഫീല്, ആ ഇമോഷൻ അതൊക്കെ ഒരു പാട്ടിലൂടെ കൊണ്ടുവരിക. ഫഹീം അബ്ദുള്ള എന്ന് പറയുന്ന ഒരു ടാലന്റും ഈ സിനിമയിലൂടെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. നമ്മൾ ഇനിയും ഇനിയും ഒരുപാട് തവണ കേൾക്കാനുള്ള പേരാണ് ഫഹീം അബ്ദുള്ള എന്നുള്ളത്. സൂപ്പർബ് വോയിസ്, സൂപ്പർബായിട്ടാണ് ഈ പാട്ട് പുള്ളി ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സിനിമയിൽ കുറവുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറവുകളൊക്കെ ഉണ്ട്. കാരണം സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് ഒരു കോൺഫ്ലിക്റ്റ് വേണമല്ലോ. രണ്ട് ലവേഴ്സ് അവരുടെ ലൈഫിലുണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ്, അതിലൂടെയാണ് പിന്നെ രണ്ടാം പകുതി മുൻപിലേക്ക് പോകുന്നത്. നമുക്കൊരു റോക്ക് സ്റ്റാർ പോലുള്ള സിനിമകളിലേക്ക് ഓർമ്മപ്പെടുത്തിയാലും അതിനൊന്നും എവിടെയും കോപ്പി ചെയ്യാനൊന്നും ശ്രമിച്ചിട്ടില്ല. അതൊരു എൻറ്റയർലി ഡിഫറെന്റ് ലീഗാണ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് മോഹിത് സൂരിയുടെ ആ ഒരു വൈബിലേക്ക്, ആ ഒരു ടോണിലേക്കാണ് ഈ പടം മൊത്തത്തിൽ സെക്കൻഡ് ഹാഫിലേക്ക് പോകുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഇവരെടുക്കുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. ആ സബ്ജക്റ്റിൻ്റെതായിട്ടുള്ള ലൂപ്പ് ഹോൾസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ പടത്തിലുണ്ട്. പിന്നെ ഇവർക്ക് 2.5 മണിക്കൂർ ഈ പടം വേണമെന്ന് എന്താണ് നിർബന്ധം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിൽ നമുക്ക് ഈ ലൂ ബ്രേക്ക് എന്നൊക്കെ പറയുന്ന പോലെ ചില സീനുകളൊക്കെ ഒരു മൊത്തത്തിൽ അതൊന്ന് കത്രയ്ക്ക് വെച്ച് നല്ല രീതിയിൽ ഒന്ന് എഡിറ്റ് ചെയ്തൊക്കെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതായിരുന്നു. അങ്ങനെ ഫീൽ ചെയ്യുന്ന സീനുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കാണുന്ന സ്ഥിരം കണ്ടിട്ടുള്ള എല്ലാ സംഗതികളുമാണ്, പുതുമയുള്ള ഒന്നും തന്നെ ഇല്ല. എന്നാൽ പോലും സെക്കൻഡ് ഹാഫിലാണ് മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള രണ്ട് പാട്ടുകൾ വരുന്നത്. ഇതിനകത്ത് വരുന്ന ഇമോഷൻ വർക്ക് ആവുന്നത് ഇവരുടെ നല്ല പെർഫോമൻസ് കൊണ്ടും പിന്നെ ഈ മ്യൂസിക്കിന്റെ ഒരു പവർ അവിടെയാണ്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വിതൗട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ലെങ്കിൽ വിതൗട്ട് ഈ പാട്ടുകൾ, ഇതിലെ ലിറിക്സ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ സിനിമയിലെ നായിക എന്ന് പറയുന്ന ഒരു ലിറിക് റൈറ്ററാണ്. അപ്പോൾ ഗംഭീരമായിട്ട് എഴുതുന്ന ഒരാളാണ് ഈ സിനിമയിലെ നായിക എന്ന് പറയുമ്പോൾ ഈ സിനിമയിൽ വരുന്ന പാട്ടുകൾക്ക് ലിറിക്സിന് അത്രയും പ്രാധാന്യമുണ്ട്. വാട്ട് എ പോയട്രി എന്ന് പറയാവുന്ന രീതിയിലെ വരികളാണ് ഈ സിനിമയിലെ എല്ലാ പാട്ടുകൾക്കും ഉള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഇതിലെ ലിറിക്സ്, ഇതിലെ പാട്ടുകൾ ഇതൊന്നുമില്ലാതെ ഈ ഒരു ഇമോഷണൽ സീൻ നമ്മൾ വെറുതെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീരെ വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഈ സിനിമ വിജയിച്ചിരിക്കുന്ന അവിടെയാണ്. ഇവരുടെ പെർഫോമൻസ് പ്ലസ് മ്യൂസിക് പ്ലസ് അതിന്റെ ലിറിക്സ് പ്ലസ് ഇതെല്ലാം മോഹിത് സൂരി എന്ന് പറയുന്ന ഒരാളുടെ കയ്യിലെത്തുമ്പോൾ ഉണ്ടല്ലോ, പുള്ളി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മാജിക് ഉണ്ട്. ആ മാജിക്കിലൂടെ ഈ സെക്കൻഡ് ഹാഫിലുള്ള കുറവുകളൊക്കെ ഇല്ലേ ഒന്നും നമുക്ക് ഫീൽ ചെയ്യാതെ സെക്കൻഡ് ഹാഫിലാണ് വളരെ ഇമോഷണൽ ആയിട്ട് പല സംഗതികളും നടക്കുന്നത്. ആൻഡ് സീരിയസ്ലി എൻ്റെ കണ്ണുകൾ പലപ്പോഴും നിറഞ്ഞിട്ടുണ്ട്. കാര്യം അത് മ്യൂസിക്കിന്റെ പവറാണ്. ആ മ്യൂസിക്കിന്റെ പവറും അതിന്റെ കൂടെ ഈ പെർഫോമൻസും ഇതെല്ലാം കൂടി വരുമ്പോൾ എനിക്കറിയില്ല അതെങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യണം. റിവ്യൂ കുറെ നീണ്ടു പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ടോട്ടലി ഞാൻ പറയുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രണയം, ത്യാഗം, വിരഹം ഇങ്ങനെ തുടങ്ങിയ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള സംഗതികളൊക്കെ തന്നെയാണ് ഈ സയ്യാറ എന്നുള്ള സിനിമയിൽ നമുക്ക് ഓഫർ ചെയ്യുന്നത്. പക്ഷേ ഇതിലുള്ള ഒരു സംഗതി എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മ്യൂസിക്കൽ ഓഗാസം ഓഫ് ഇമോഷൻസ് എന്നാണ്. ഈ മ്യൂസിക്കൽ ഓഗാസം ഓഫ് ഇമോഷൻസ് എന്ന് പറയുന്നത് ഇതിനകത്തെ പാട്ടുകൾ, അതിലെ ഗംഭീര ലിറിക്സ്, അതിൻ്റെ ആ ഒരു മൂഡ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ ഉണ്ടല്ലോ ഈ സിനിമ ഉണ്ടാക്കുന്ന ഒരു 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 ഫീലുണ്ട്. ആ ഫീല് അനുഭവിച്ച് തന്നെ അറിയണം ആക്ച്വലി.
ഇത് നല്ലൊരു സ്ക്രീനിലാണ് ഈ പടം കാണാൻ പറ്റുള്ളത്. കാര്യം ഇതിൻ്റെ സൗണ്ട് മിക്സിങ് ഗംഭീരമാണ്. എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഇതൊരു 4K അറ്റ്മോസ് തിയേറ്ററിലൊന്നും കൊച്ചിയിൽ പോലും റിലീസായിട്ടില്ല. അപ്പോൾ പറ്റാവുന്ന ഒരു ലേസർ പ്രൊജക്ഷനുള്ള 7.1 ഉള്ള 2K പ്രൊജക്ഷനിലായിരുന്നു ഞാൻ ഈ പടം കണ്ടത്. ഫോറമോളിലുള്ള സ്ക്രീനിൽ ഓഡി നമ്പർ 2 ആയിരുന്നു. ഈ സിനിമ സൂപ്പറായിട്ടുള്ള നല്ല കിഡിലൻ സൗണ്ട് എഫക്റ്റ് ഉള്ള ഒരു സ്ക്രീനിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം മ്യൂസിക്കിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ആൻഡ് ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് ഫോർ മ്യൂസിക് ലവേഴ്സ്. നിങ്ങളൊരു മ്യൂസിക് ലവർ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സിനിമ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ പ്ലോട്ടിനോ കാര്യങ്ങളോ കുറിച്ചല്ല, ഈ സിനിമയിലെ പാട്ടുകൾ മാത്രം പ്ലേ ചെയ്യുന്ന ഒരു സ്ഥലം, ഒരു തിയേറ്റർ ഉണ്ട്. അതിന് ടിക്കറ്റ് വെച്ചിട്ടാണെങ്കിൽ പോലും ഞാൻ കയറും. അത്രയും സൂപ്പർബായിട്ടുള്ള ഇസ് എ musical orgasm of emotions, and Sayyara is a must watch for music lovers.